നമസ്കാരം, ഞാൻ ഷാസിനാണ്. വെൽക്കം ടു ദ ലൈഫ് ഓഫ് പപ്പൻ. നമ്മൾ ഇന്നത്തെ പരിപാടി പണിക്കർക്ക് നമ്മളെ ബഞ്ചി ജമ്പിങ് ഒന്ന് ചാടണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്ത്യ ബഞ്ചി ജമ്പിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്താ പറയുക, ലാത്തം ബഞ്ചോ എൻ്റെ പിന്നെ കാണണല്ലേ. ഇവിടെ ഇങ്ങനെ ചാടാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മൾ പണിക്കരുണ്ടൊപ്പം ഡ്രോൺ പറത്തനാണ് കാണുന്നത്, വീഡിയോ എടുക്കാനായിട്ട്, ഒരിടത്ത് ചാടാനായിട്ട്. ഇത് തിവിം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇങ്ങനെ മാറി ഒരു കാടൻ പ്രദേശത്താണിത്. ലാത്തം ബച്ചോ എന്താണ് സ്ഥലത്തിൻ്റെ പേര്. ഇന്ത്യ ബഞ്ചി ജമ്പിങ്. അപ്പോൾ നമ്മൾ ചാടാനായിട്ട് പോവാണ്. മച്ചാനാണ് ഇവിടെ ഇരുന്ന് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യണത്. ഡ്രോൺ ഷോട്ട് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. ഈ ഹൈറ്റിൽ നിന്ന് നേരെ വന്നിട്ട് അടിയിലൊരു പോണ്ട് പോലെ എന്താണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മായം ലേക്കിൻ്റെ അവിടെ അല്ല, മായം ലേക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരെണ്ണമുണ്ട്. അതല്ലാത്ത ഇവിടുന്ന് റെഡി എന്നൊക്കെ മെസ്സേജ് വിടുന്നുണ്ട്. കണ്ട, അത് ഈ ഒരു വെള്ളം പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടോ. ഇതിൽ ആവശ്യത്തിന് ആളുണ്ടാവുന്നതായിരിക്കുക. ആ ഒരു ലൈനിലേക്ക് വിടും. ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ചാടണില്ല, പണിക്കരാണ് ചാടുന്നത്. വേറെ ഫോട്ടോഗ്രാഫേഴ്സും. എൻ്റെ അമ്മേ, ഒരാൾ പോയി. അതിൻ്റെ മുകളിൽ നിന്നൊരു വീടല്ലേ, അടിയിൽ നിന്ന് ഇവർ അതിൽ ഇങ്ങനെ ഡ്രമ്മിൽ പോയിട്ട് ആളെ വലിച്ചുകൊണ്ട് എടുക്കും. ഇത് നമ്മളെ റിസപ്ഷൻ ഇതേണ്ട ഇന്ത്യ സ്പെല്ലിങ് നല്ലല്ലേ, ഇന്ത്യ ബഞ്ചി. ചാടി മേലെത്തിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പൈസ റീഫണ്ട് ഒന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. ഈ പൈസ വിവരങ്ങളൊക്കെ 3750, ജൂനിയർ 2500, റിപ്പീറ്റ്. അപ്പോൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റൂലേ. 1000 രൂപ കൂടി കൊടുത്താൽ മതി. ഇതെങ്ങനെ കയറുക? പേടിൻ്റെ മേലെത്തിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ റീഫണ്ടിങ് ഒന്നും ഇല്ലാടാ. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ഒന്ന് ഇടിച്ചാടാ, 1000 രൂപ കൂടി കൊടുത്താൽ മതി. ഇതെങ്ങനെ പോവും മേലേക്ക്? അവരെ കഴിഞ്ഞതാ ചോദിക്കാൻ. ഇതൊക്കെ തന്നെ ജനറേറ്റർ മലച്ച് ഈ സാധനം ആവുമ്പോഴത്തെ ഇറക്കി വെക്കണണ്ട. എൻ്റെ ഇവിടെ വെച്ചിട്ട് ആളെ നേരെ കൊണ്ടുപോകും മേലേക്ക്. പറഞ്ഞിട്ട് ചാടും. പണിക്കാർ വീഴാൻ പോണ വെള്ളമാണ് കാണുന്നു. വലിയൊരു ഫൗണ്ടേഷൻ കെട്ടിയിട്ട് അതുപോലെ 8 വോൾട്ട് ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. 2 ലെഗ് അതുപോലെ നേരെ പിന്നെ പോയി വെയിറ്റുണ്ടാ. ഇത് അടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. പണിക്കർ കയറാൻ പോണേ. എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലിരുന്ന് ചാടാത്തവർക്ക് കയറാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചാടാൻ പോണേ. നമുക്ക് വീഡിയോ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താഴെ എത്തി, താഴെ എത്തി. ഇറങ്ങി വരുന്ന അവിടെ ഇരുന്ന് ഇങ്ങനെ ബെൽറ്റ് ഇട്ട് ഇറക്കും. അതും വന്ന ഒരാൾ കയറും. എനിക്ക് പേടിയാവ്. ശരിക്കും ഞങ്ങൾ ആദ്യം വന്നപ്പോൾ 3450 രൂപയാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്യാം. അവിടെ എത്തിയാൽ ബാർഗെയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് 2700 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വരുമ്പോഴും അതുപോലെ തന്നെ ബാർഗെയിൻ ചെയ്ത് മാക്സിമം എത്ര കുറയ്ക്കാൻ പറ്റുന്നിടത്തോളം കുറയ്ക്കുക. ആൾക്കാരധികം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഒരാളല്ലേ ചെയ്യുന്നുള്ളൂ. ആൾക്കാരധികം ഒന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് തരും. സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇവിടുന്ന് മേലെ നിന്നുള്ള ക്യാമറ അതിനുള്ള വയർലെസ് ആണ്. ഇതുമ്പോൾ കെട്ടിയിടും നമ്മളെ പണിക്കരെ. എന്നിട്ട് ഇത് ഇവിടെ മേലെ കൊണ്ടിട്ട് ഇവിടുന്ന് 3, 2, 1 play.
ഇൻട്രോ എടുത്തു കഴിഞ്ഞാ വീഡിയോയില് വീഡിയോ കണ്ടത് ഇതിലെടുത്തു തരും വീഡിയോ പണിക്കരെ പണിക്കരെ പൊളിക്ക് like a ransom note. If I give in, will you come home? I put everything I had into getting you back. I was only 17, and you were the air I breathed. I walked across the burning bridge for you, for you. Those roads we walked, I'll know forever. Those times we talked, I still remember. Is it not enough that I played with my heart once, twice? If I'm blind to who you are, which of us was behind bars? Were you worth the price I paid? Your ransom. I tried to find a way to justify missing the signs I knew. My hands were tied the moment we met, and there was more to you. You were only 17, and I was your sick release, a hostage on a silver plate to you, to you. Those roads we walked, I'll know forever. Those times we talked, I still remember. Is it not enough that I paid with my heart once, twice? If I'm blind to who you are, which of us was behind bars? Is it not enough that I barely got out with my life? I still carry every scar. കാലിനെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ കാല് വേന എടുക്കോടാ സാധനം ഇട്ടിട്ട് എങ്ങനെ വലിഞ്ഞിട്ടല്ലേ വലിയ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പൊള്ളി അടിപൊളിയായിരുന്നു എന്ന് പറയുന്നത് ഗോവയിൽ നമുക്ക് ഇതുകൊണ്ട് പിന്നെ മായം ലേക്കിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ രണ്ട് കാര്യം മറക്കണ്ടിരുന്നു കൊടുക്കാൻ രണ്ട് കാര്യം മറക്കരുത് ഞാൻ പറഞ്ഞത് ഒന്ന് വരുമ്പോൾ ബാർഗെയിൻ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അടിപൊളി പരിപാടി എന്നാണ് പറഞ്ഞത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ വെരി വണ്ടർഫുൾ എക്സ്പീരിയൻസ് കളിക്കാരന് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയില്ല കാരണം അടുത്ത കളി അവിടെ നിൽക്കണ്ടല്ലോ അങ്ങോട്ട് വരും കയ്യൊക്കെ ഇതിപ്പോഴും കിട്ടാം വലിച്ചു നോക്കിയാൽ